ഡോമിനന്റ് ആയിട്ട് ആണുങ്ങളുടെ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. ദിവ്യപ്രഭ അവർ ഒരു മൂവി ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ദിവ്യപ്രഭയുടെ പിന്നെ നമ്മുടെ കനി കുസൃതി ഇതിലും കൂടെ ഒരു പടമാണ് സത്യത്തിൽ, ഒരു ബിരിയാണി പോലത്തെ ഒരു പടമാണ് സത്യത്തിൽ അത് ഇറങ്ങിയിരിക്കുന്നത്. കാനിൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് അത്. അന്ന് വാർത്ത ആയിട്ടില്ലായിരുന്നു സത്യത്തിൽ. ചെറിയ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പോയിട്ടുള്ളായിരുന്നു. കാരണം ആ സമയത്ത് ഹേമ കമ്മിറ്റി പിന്നെ അതുപോലെ തന്നെ ഈ അർജുൻ്റെ വിഷയങ്ങളും വയനാട് ഇഷ്യൂസും ഒക്കെ ആയതുകൊണ്ട് ഇതങ്ങ് സത്യത്തിൽ അങ്ങ് മുങ്ങിപ്പോയായിരുന്നു. ഈ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് തന്നെ അഭിമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനെക്കുറിച്ച് അന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് അവർക്ക് മുഖ്യമന്ത്രിയുടെ ഇന്ന് കുറച്ച് എന്താ പറയണ്ട അഭിനന്ദനങ്ങളും പിന്നെ ഒരു ചെറിയൊരു മൊമെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വിഷയം അത്ര വലിയ ചർച്ചയായ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ മൂവി റിലീസായി. എവിടെ? നമ്മുടെ നാട്ടിലൊക്കെ മൂവി റിലീസായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾറെഡി അവരെ ഈ പ്രദർശിപ്പിച്ചതാണ്. ഓക്കെ, ഇന്നലെ നമ്മുടെ നാട്ടിൽ ഈ മൂവിയും കാര്യങ്ങളൊക്കെ റിലീസായ സമയത്ത് അതിനകത്ത് ദിവ്യപ്രഭയുടെ ഒരു സീനുണ്ട്. ആ സീൻ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ടെലിഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ അറിയാലോ, ഞാൻ പറയാതെ തന്നെ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് കൂടുതലും ഈ പറയുന്ന ദിവ്യയുടെ ഫോട്ടോസ് കൊടുക്കുന്നു, ഹാഷ്ടാഗ് കൊടുക്കുന്നു, അളിയ സാധനം കിട്ടിയോടാ എന്നൊക്കെ. ഞാൻ എന്തായാലും സംഭവം ഒന്ന് വായിച്ചു തരാം. ഒരു പയ്യന്റെ അക്കൗണ്ടാണെന്ന് തോന്നുന്നത്, ദിവ്യപ്രഭ ഒക്കെ കിടുക്കാച്ച് സാധനം തന്നെ ഇറക്കിയിട്ടുണ്ട്. സകല സോഷ്യൽ മീഡിയയിലും കൊല തൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധനം. അങ്ങനെ ഒരുപാട് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തൊരു പോസ്റ്റും കൂടെ ഞാൻ വായിച്ചുതരാം. വൈഫൈ സംഘടിപ്പിച്ചേ പറ്റുന്ന അത്രയും ആളുകൾക്ക് അയച്ചപ്പോൾ തന്നെ 2 GB ഗോൺ. ഇതിന് മുന്നേ കാണാത്ത കുറെ അക്കൗണ്ടുകൾ ഇന്ന് മെസ്സഞ്ചറിൽ നിറഞ്ഞു. അപ്പൊ മൂവിയുടെ ഒരു സീനാണ് പോയേക്കുന്നത്. ആ മൂവിയുടെ ഒരു സീൻ പോയപ്പം അത് എല്ലാവർക്കും കാണണം. അപ്പൊ ബിരിയാണി പോലൊരു പടം ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയത്തില്ല കാര്യങ്ങൾ, നമ്മൾ മൂവിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, കാര്യത്തിലോട്ട് കടക്കാം. അതിനു മുമ്പ് നമുക്ക് കന്നി കുസൃതി ഒരു കാര്യം പറയുന്നുണ്ട് ഈ പടത്തിനെ കുറിച്ച്. ജസ്റ്റ് അതൊന്നും ഞാൻ വെച്ചുതരാം. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. വേറെ അതൊന്നും നമ്മൾ അവിടെ ആയിരുന്നോണ്ട് അതൊന്നുമില്ല. നമ്മൾ കുറച്ച് ലേറ്റ് അല്ല അറിഞ്ഞത്. പായലും മലയാളം സിനിമ സംവിധായിക അല്ല, പായലും ഗുജറാത്തിൽ നിന്നുള്ള ആളാണ്, ബോംബെയിലാണ് ജീവിക്കണ ആണ്. പായലാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ അതൊരു ചില സമയത്ത് മലയാള സിനിമയിൽ വളരെ രസമുള്ള കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോയിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് പിന്നെ അത് ഉണ്ടാവില്ല, പിന്നെ ഉണ്ട്. പക്ഷെ എനിക്കൊന്നു ഒരു പ്രീഡോമിനന്റ് ആയിട്ട് ആണുങ്ങളുടെ കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഇത് കത്തിക്കൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. പിന്നെ അത് ഡയറക്ടറാണ് അവിടെ ഇരുന്നത്. അവരുടെ പേര് പായൽ കപ്പാടിയ, ഒരു ഗുജറാത്തിയാണ്. അവർ മുംബൈയിലാണ് താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അത്യാവശ്യം എന്താ പറയണ്ടേ, ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. കാരണം ഫിലിമിൻ്റെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇതൊരു വലിയൊരു അംഗീകാരം തന്നെ. ഇപ്പം ഒരുപാട് പോസിറ്റീവ് റിവ്യൂവും കാര്യങ്ങളും തമിഴിലും അവിടെ മസ്റ്റ് ഇൻട്രസ്റ്റിലൊക്കെ. നമ്മുടെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ വലുതായിട്ടില്ലാത്ത. അത് പിന്നെ നമ്മുടെ ആൾക്കാർ പിന്നെ ക്ലിപ്പ് തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കമന്റ്. സത്യം പറയാലോ, ഈ കമന്റ്സ് ഇടുന്ന അളിയ ലിങ്ക്ഡ് എന്നും പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ കമന്റ് ഇടുന്നു. അപ്പോൾ ഓരോരുത്തർ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നുള്ള, വൈഫായിട്ട് നിൽക്കുന്നു, അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കുന്നുണ്ട്, കുട്ടികളുമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എടാ നിന്റെയൊക്കെ ഇമേജ് അല്ലടാ പോകുന്നത് ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ. ഓക്കെ, ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാം, നമ്മളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡേഷൻ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് പോകുമ്പോൾ നമ്മളെ ആൾക്കാർ വിലയിരുത്തത്തേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഇടാതിരിക്കുക. അത് ഭയങ്കര മണ്ടത്തരമായിരിക്കും. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, കാശ് കൊടുത്ത് ടിക്കറ്റ് കൊണ്ടാ നിങ്ങൾക്ക് സുഖമായിട്ട് സാധനം ഇരുന്ന് ഫുൾ ഇരുന്ന് കാണുകയും ചെയ്യാം. എന്തായാലും 1 മണിക്കൂർ തീർക്കേണ്ട ഒരു പടം 1.25 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടോണ്ടങ്ങിരിക്കാം സത്യം പറഞ്ഞാൽ. ഇപ്പം എനിക്കൊരു കാര്യം കൂടെ പറയാൻ തോന്നിയായിരുന്നു. ഈ പടത്തിന്റെ സീനും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഭയങ്കര ചർച്ചയൊക്കെ ആകുമ്പം ഞാൻ അന്ന് പണി മൂവിയുടെ ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുത്തം വന്നിട്ട് ആദർശനോ മറ്റോ എന്ന് തോന്നുന്നു, ആ പടത്തിൽ ആ സീൻ ശരിയായിട്ടില്ല, അത് മോശമാണ്, അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ വലിയ രീതിയിൽ പറഞ്ഞായിരുന്നു. ഈ പടം ഇറങ്ങിയിട്ട് നിന്റെ അഭിപ്രായം ഒന്നും കണ്ടില്ലല്ലോ, നിന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയിട്ട്. സത്യം പറഞ്ഞാൽ സത്യം നിന്റെ അഭിപ്രായം വേണമായിരുന്നു. ഇതുപോലുള്ള പടത്തിനൊക്കെ നിന്റെയൊക്കെ വിലയിരുത്തും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. പണി മൂവി സിനിമ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് ഒരു ചെറിയൊരു സീനിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടത്തിന്റെ സീനൊക്കെ കാണുമ്പോൾ അവൻ ഏത് രീതി പറയും, ഒന്നും മിണ്ടൂല്ല. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവന്മാരും ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും മൂവി റിലീസായിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കയറി നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്തായാലും ജോജുവിനിട്ട് അവന് കൊട്ടുകയും ചെയ്തു. ഇപ്പം ഇതിന്റെ ഒന്നും റിവ്യൂവും കാര്യങ്ങളൊന്നും കണ്ടില്ല.
ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ദിവ്യയുടെ ആണെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഇടയിലെ കമൻസും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ഈ ഒരു മൂവി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോകാൻ എൻ്റെ അഭിപ്രായത്തിലാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് കമൻറ്റ് ഇടുമ്പോൾ അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒക്കെ ഫോട്ടോസ് ആകുമ്പോൾ നിങ്ങൾ വൈഫിനെ അച്ഛനും അമ്മയും എല്ലാവരെയും വിളിച്ച് കുടുംബസഹിതം പെങ്ങന്മാരെയൊക്കെ കുടുംബസഹിതം പോയിരുന്ന് കാണും. അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. കമൻ്റ് ഇടുമ്പോഴെങ്കിലും ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കണമെന്ന് തോന്നി. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.